ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സംഭവമാണത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരിക്കൽ സിറിയയിലേക്ക് യാത്ര ചെയ്യാണ്. രാത്രിയായപ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിരുന്നു. എവിടെയെങ്കിലുമൊക്കെ കിടക്കണം. അങ്ങനെയാണ് വഴിയിൽ കണ്ട ഒരു പള്ളിയിൽ അദ്ദേഹം കയറുന്നത്. സാധനങ്ങളൊക്കെ എടുത്ത് പള്ളിയുടെ ഒരു മൂലയിൽ കിടക്കാൻ നിൽക്കുമ്പോഴാണ് പള്ളിയുടെ കാവൽക്കാരൻ വന്ന് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ കിടക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞിട്ട്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കാവൽക്കാരൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പള്ളിയുടെ പുറത്തുള്ള സ്റ്റെപ്പിൽ പോയി അദ്ദേഹം കിടന്നു. കാവൽക്കാരൻ വീണ്ടും ഇത് കണ്ടു. അദ്ദേഹം അവിടത്തേക്ക് വന്ന് സാധനങ്ങളെല്ലാം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ്, ഇവിടെ നീ ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പള്ളിയുടെ തൊട്ടിപ്പുറമുണ്ടായ കടക്കാർ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇമാമിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി, നിങ്ങൾ ഇന്ന് ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇമാമ സാധനങ്ങളൊക്കെ എടുത്ത് ആ കടയുടെ ഒരു മൂലയിൽ പോയി കിടക്കുകയാണ്. കടക്കാരൻ തൻ്റെ കടയിലേക്ക് നാളത്തേക്ക് ആവശ്യമായ റൊട്ടി പാചകം ചെയ്യാണ്. അപ്പോഴൊക്കെ അദ്ദേഹം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതങ്ങനെ നീണ്ടു പോയപ്പോൾ ഇമാം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ കാലമായി. അതുകൊണ്ട് തന്നെ റബ്ബ് എൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകിയിട്ടുണ്ട്, ഒരു പ്രാർത്ഥന ഒഴികെ. ഇത് കേട്ടപ്പോൾ ഇമാമിന് വളരെയധികം ആകാംക്ഷയായി. ഇമാമ ചോദിച്ചു, ഏതാണ് ആ ഉത്തരം കിട്ടാത്തൊരു ദുആ? അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ഇമാം അവിടെ ഇരുന്ന് കരഞ്ഞു പോവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പാതിരാ സമയത്ത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അല്ലാഹു തആല എന്നെ ഇവിടെ എത്തിച്ചത്. ഞാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ.